ഹായ് ഓൾ, എന്തരാണ്? നമ്മളൊരു മസ്കുലർ ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കുമ്പോൾ പല പാരാമീറ്റേഴ്സ് അതിനെ അഫക്ട് ചെയ്യും. അതിലൊരു സാധനമാണ് റെപ്പ് റേഞ്ച്, അല്ലെങ്കിൽ റെപ്പറ്റീഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് പറയണമെങ്കിൽ റെപ്സ്. പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞു, നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനെ കുറച്ച് പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് ചെയ്യും. അതിനെയാണ് റെപ്പറ്റീഷൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു വർക്കൗട്ട് എടുത്ത് വെച്ച് ചെയ്യുമ്പോൾ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ചെയ്യണം, എത്രയോ ഒരു എണ്ണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ട്രെയിനേഴ്സ് ജിമ്മിൽ നമുക്ക് പറഞ്ഞു തരണം. എടാ പോയി 12 റെപ്പടി, എടാ പോയി 10 റെപ്പടി, എടാ പോയി 8 റെപ്പടി, ഇങ്ങനെയാണ് പറഞ്ഞു തരണം. അപ്പൊ ഇങ്ങനെ 3 സെറ്റ് നമ്മൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ റെപ്പറ്റീഷൻ ആയിട്ട് 3 സെറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു വർക്കൗട്ട് കഴിയും. എന്തിനാണ് റെപ്പറ്റീഷൻ ആയിട്ട് ചെയ്യണത്? ഒരു പ്രാവശ്യം ചെയ്താൽ പോരെ, 2 പ്രാവശ്യം ചെയ്താൽ പോരെ. എന്തിനാണ് റെപ്പറ്റീഷൻ ഇട്ട് ചെയ്യണത്? റെപ്പറ്റീഷൻ ഇട്ട് ചെയ്താലേ സ്കെലിറ്റൽ മസിൽ ടിഷ്യൂവില് സ്റ്റിമുലസ് ഉണ്ടാവുള്ളൂ. എന്തിന് സ്റ്റിമുലസ് ഉണ്ടാവണം? മസിൽ ടിഷ്യൂ ബ്രേക്ക് ഡൗൺ ആയി അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള പ്രോട്ടീൻ ഉപയോഗിച്ച് റിപ്പയർ ആയി അത് ഗ്രോ ആവും. അതിനു വേണ്ടിയാണ് നമ്മൾ റെപ്പറ്റീഷൻ ചെയ്യുന്നത്. റെപ്പറ്റീഷൻ എന്തിനാണ് വേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി എത്ര റെപ്പാണ് ചെയ്യണമെന്ന് അറിഞ്ഞു. ശരിയാണ്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ റെപ്പറ്റീഷൻസ് അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. പക്ഷെ റെപ്പറ്റീഷൻ ഇറ്റ്സെൽഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. റെപ്പറ്റീഷന് കുറച്ച് സാധനങ്ങളും കൂടെ ബാധിക്കും. ഉദാഹരണത്തിന് വെയിറ്റ്. നമ്മൾ ഹെവി ആയിട്ടുള്ള വെയിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് റെപ്പറ്റീഷൻ ചെയ്യാൻ പറ്റൂല. ലൈറ്റ് ആയിട്ടുള്ള വെയിറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റെപ്പറ്റീഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഏതാണ് നല്ലത്? ഈ വെയിറ്റ് തീരുമാനിക്കും നിങ്ങളുടെ വർക്കൗട്ടിന്റെ ഇന്റൻസിറ്റി എത്രമാത്രമാണ്. ഉദാഹരണത്തിന് ഇഫ് യു ആർ എ പേഴ്സൺ ലിഫ്റ്റിംഗ് ഹെവി വെയിറ്റ്, അത്യാവശ്യം ഹെവി വെയിറ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 1 to 6 റെപ്പ് റേഞ്ചിനകത്ത് നമ്മുടെ വർക്കൗട്ട് നിർത്തിയാൽ, അത്രയും മസ്കുലർ ഫെയിലിയർ ആയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ബിൽഡ് ആവാനാണ് സാധ്യത. അതേസമയം നിങ്ങൾ കുറച്ചുകൂടെ ലൈറ്റർ വെയിറ്റ് 20-25 പ്ലസ് റെപ്സ് ആണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മസ്കുലർ എൻഡ്യൂറൻസ് ഉണ്ടാവാനാണ് ചാൻസ്. മസ്കുലർ എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞുതരാം, കുറച്ചുകൂടെ സ്റ്റാമിന നമുക്ക് ഉണ്ടായി. ഈ വീഡിയോ കാണുന്ന പയ്യന്മാർക്കും പെൺകുട്ടികൾക്കും അറിയാം, നമ്മൾ കുറച്ചുകൂടെ മസിൽ ഡെവലപ്പ് ചെയ്യാനാണ് വരുന്നത്, വിത്ത് ഡീസന്റ് സ്ട്രെങ്ത്, വിത്ത് ഡീസന്റ് എൻഡ്യൂറൻസ്. അങ്ങറ്റവും അല്ല ഇങ്ങറ്റവും അല്ല. അപ്പൊ ഏത് റെപ്പ് റേഞ്ച് ആണ് നല്ലത്? മസ്കുലർ ഹൈപ്പർട്രോഫിക്ക് വേണ്ടിയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണേ, അതായത് മസിൽ ഡെവലപ്മെന്റ് 6 to 15 റെപ്പിനിടയ്ക്ക് ചെയ്യണതാണ് നല്ലത്. പക്ഷെ ആ റെപ്പ് റേഞ്ച് തെറ്റുമല്ല ശരിയല്ല. ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലാണ് സ്ട്രെങ്ത്, മസ്കുലർ എൻഡ്യൂറൻസ് ഒക്കെ ഉള്ളത്. ചിലവർക്ക് അമിതമായിട്ടുള്ള സ്ട്രെങ്ത് കാണും, ഓവറായിട്ട് വെയിറ്റ് എടുക്കാനായിട്ട് അവരുടെ ജെനറ്റിക്സ് അവരെ സഹായിക്കും. ചിലർക്ക് കുറച്ചുകൂടെ മസ്കുലർ എൻഡ്യൂറൻസ് ആയിരിക്കും കൂടുതൽ, അവർക്ക് കുറച്ചുകൂടെ സ്റ്റാമിന കൂടുതലായിരിക്കും. അപ്പൊ നമുക്കിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റൂല, ഇറ്റ് വേരീസ്. പക്ഷേ നമുക്കൊരു പ്രാക്ടിക്കാലിറ്റി ഉദ്ദേശിച്ച് 6 to 15 ആണ് നല്ലത്. 6 മുതൽ 15 റെപ്പ് റേഞ്ച് വരെ ഫെയിലിയർ എത്തിത്തീരുന്ന വെയിറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. പറഞ്ഞ കാര്യം മനസ്സിലായ? ഒരു മോഡറേറ്റ് വെയിറ്റ്, ഒരു പ്രോപ്പർ ഫോം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ്, ഒരു കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ്, പക്ഷെ ഒപ്പം നമ്മൾ ക്ലോസ് ടു മസ്കുലർ ഫെയിലിയർ എത്തുകയും വേണം. അതാണ് സെലക്ഷൻ ഓഫ് വെയിറ്റ്. അതായിരിക്കണം സെലക്ഷൻ ഓഫ് വെയിറ്റ്. ഓവർ ആയിട്ട് നമ്മൾ വെയിറ്റ് ഇടുമ്പം നമുക്ക് ഇഞ്ചുറി പ്രോൺ ആവാൻ ചാൻസ് ഉണ്ട്. ഒരു തിരിയിട്ട ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വയ്ക്കാം. നമ്മുടെ ഫോം തെറ്റും, വേറെ ഏതെങ്കിലുമൊക്കെ മസിൽ കയറി പിടിക്കും. അതേസമയം തീരെ ചെറിയ വെയിറ്റ് ഇട്ട പോയാലും നമ്മൾ മാനസികമായിട്ട് ക്ഷീണിച്ചു പോകും. മെന്റൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു സാധനമാണ്, കാർഡിയോ വാസ്കുലർ സ്ട്രെസ്. പിന്നെ ഓവറോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന മസിലിനെ ഓവർ ആയിട്ട് കൊല്ലുകയാണ്, ആവശ്യത്തിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കുക. ചെറിയ വെയിറ്റ് ഇട്ട് 100-150 റെപ്പ് അങ്ങനെ അടിച്ചോണ്ടിരിക്കും, അതിന്റെ ആവശ്യമില്ല. അവിടെയാണ് മോഡറേറ്റ് വെയിറ്റ് സെലക്ട് ചെയ്യുന്നതിന്റെ കാര്യം. ഈ മോഡറേറ്റ്ലി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെയിറ്റ് 6 to 15 റെപ്പിനകത്ത് തീരും. അപ്പോ അങ്ങനെ ആലോചിക്കുമ്പം ഇതാണ് ഏറ്റവും ഐഡിയലി. നമ്മൾ ചെറിയ റെപ്പ് റേഞ്ച് എടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഘടകങ്ങൾ അതേ കുറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും. കുറെ റെപ്പ് കടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ജിമ്മിൽ കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യവും ഇല്ല. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്യുന്ന വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം, നമുക്ക് കറക്റ്റ് ഫോം എടുക്കാൻ പറ്റണം, നമ്മൾ കറക്റ്റ് റേഞ്ച് ഓഫ് മോഷൻ കിട്ടണം, മസ്കുലർ ഫെയിലിയർ എത്തിത്തീരുകയും ചെയ്യും. ഇതാണ് കറക്റ്റ് റെപ്പ് റേഞ്ച്. ഇത് ഓരോ പേഴ്സണിലും ഡിഫറെന്റ് ആയിരിക്കും. ചിലർക്ക് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും, ചിലർക്ക് കുറച്ച് ചെയ്താലും മതി. അത് അവരവര് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷെ ഐഡിയലി പ്രാക്ടിക്കലി 6 to 15 ഇടയ്ക്കാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആളുകളുടെയും സ്ട്രെങ്തും എൻഡ്യൂറൻസും വേരി ചെയ്തിരിക്കും. അതുകൊണ്ട് അവരവരുടെ വർക്കൗട്ടിന്റെ പ്ലാനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. വെയിറ്റ് സെലക്ഷൻ കറക്റ്റ് ആയിരുന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായി വരും. നമ്മുടെ ഫോം ശരിയാവും, നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ ശരിയാവും, നമ്മുടെ മസ്കുലർ ഫെയിലിയർ ശരിയാവും. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, എപ്പോഴും പറയുന്നത് സെലക്ഷൻ ഓഫ് ദ വെയിറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. റെപ്പും ബാക്കി കാര്യങ്ങളും എല്ലാ ഘടകങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. കുറച്ച് ലാഗായി പോയി എനിക്കറിയാം, ജീവിത പ്രശ്നങ്ങൾ ഒരുപാട് വന്നു കയറിയത് കൊണ്ടാണ്. ഞാൻ ശരിയാക്കി എടുക്കാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടോളാം, ശ്രദ്ധിച്ചോളാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ